ഭയങ്കര മോഡലായിട്ട് ഹെയർ സ്റ്റൈലുള്ളവര്, ഡ്രസ്സിംഗ് ഒക്കെ ഭയങ്കര ചെസ്റ്റൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഒരു യോയോ ടൈപ്പിലൊക്കെ ജീവിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ പോക്കാണ്. ഒരിക്കലും വിചാരിക്കണ്ട. ഒരു ദിക്റിന്റെ മജ്ലിസിലോ ഒരു വാദിന്റെ മജ്ലിസിലോ വന്നിരുന്ന അള്ളാഹുവിനെ പറ്റി പറയപ്പെടുമ്പോൾ കണ്ണുകൾ നനഞ്ഞ് തേങ്ങിക്കരയുന്ന തഖ്വയുള്ള മനസ്സുള്ളവർ ആ ചെറുപ്പക്കാരിൽ ഉണ്ടാകും. നമ്മളെക്കാളൊക്കെ എത്രയോ മേലെയായിരിക്കും അവരുടെ ഈമാൻ. പിന്നെ ആ ഒരു യൗവനത്തിന്റെ, നമ്മുടെ ചെറുപ്പകാലത്തെ പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ. നമുക്ക് ഫോൺ ഉണ്ടായിരുന്നോ ചെറുപ്പകാലത്ത്? ഇല്ലല്ലോ, ഇല്ല. ഫോണൊക്കെ കാണുന്നതന്നെ വളരെ ലേറ്റായിട്ടല്ലേ, 2000 ഒക്കെ ആകുമ്പോഴല്ലേ ശരിക്കതങ്ങ് ആയി വരുന്നേ ഉള്ളൂ. നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന തെറ്റിന്റെ സാഹചര്യമല്ല നമ്മുടെ ചെറുപ്പക്കാരുടെ മുമ്പിലുള്ളത്, വളരെ വലുതാണ്. അന്ന് മരഞ്ചുറ്റിക്കളിയൊക്കെ ഉള്ളൂ, ഇപ്പൊ അതിപ്പോ ഡയറക്റ്റ് അല്ലേ. അന്ന് റൊമാൻസ് ആണ്, ഇപ്പൊ അതൊന്നുമില്ല, സ്ട്രൈറ്റ് ടു ദ പോയിന്റ്. ഈ നിലക്ക് തിന്മകളുടെ വഴിമാറ്റം സഞ്ചരിക്കുന്ന ഒരു ഉണ്ടായൊരു കാലമാണിത്. അപ്പോ ചുറുചുറുക്കിന്റെ ആ ഒരു പ്രായത്തില് പഠിച്ചവനെ, എന്താ എൻ്റെ മക്കളൊക്കെ ഇങ്ങനെ, എന്താ അവൻ നിസ്കരിക്കാത്തത്, എന്താ അവൻ ഇങ്ങനെ ആയിപ്പോയത്, അവർക്ക് വേണ്ടി ഹിദായത്തിന് ദുആഇരക്കുക. അവൻ ഗുണം പിടിക്കാതെ പോകട്ടെ എന്നോ ശാപം പിടിക്കട്ടെ എന്നോ നന്നാവാതെ പോകട്ടെ എന്നോ ഒരാളും പറഞ്ഞു പോവല്ലേ. അവരൊക്കെ തൗബ ചെയ്ത് തിരിച്ചു വരുമ്പോൾ ആ തൗബയുടെ ഖനം, അതിൻ്റെ വസന്തം, അതിൻ്റെ സുഗന്ധം വളരെ വലുതായിരിക്കും. ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ജാലിസു അഹ്ല തൗബ ഫഇന്നഹും അറഖുൻ നാസി അഫ്ഇദ. തൗബ ചെയ്ത് മടങ്ങി വന്ന ആളുകളുടെ കൂടെ നിങ്ങൾ നിൽക്കണേ, അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കണേ. ഇന്നലെ വരെ അവൻ മദ്യപാനിയായിരിക്കാം, മയക്കുമരുന്നിന്റെ ഡീലറായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ അവരെ കൈയൊഴിയരുത് കേട്ടോ, ചേർത്ത് പിടിക്കണേ അവൻ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടെങ്കിൽ. കാരണം ഇന്നഹും അറഖുൻ നാസി അഫ്ഇദ, അവരുടെ ഹൃദയം അത്രമേൽ ലോലമായിരിക്കും, അത്ര നേർത്ത ഹൃദയമായിരിക്കും അവരുടെ. തൗബ ചെയ്ത് മടങ്ങിയാൽ പിന്നെ പൊട്ടിക്കരയും. അവർക്ക് പിന്നെ തിന്മകൾ വേണ്ട. തിന്മകളുടെ സ്വഭാവം എന്താണെന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞു, പിന്നെ അവർക്കത് വേണ്ട. ജാഹിലിയത്തിന്റെ ഒരു കാലം മോനെ ഉപ്പാക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ദേഷ്യം പിടിച്ചിരുന്ന കാലമായിരുന്നു അത്. സോഷ്യൽ മീഡിയയിലൂടെ പുണ്യനിബിതങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. നമ്മൾ സദയം അവരോട് സഹതപിക്കുകയാണ്. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ എഴുതുന്ന നിരീശ്വരവാദ മതനിരാസ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്കെങ്ങാനും ഹിദായത്തിന്റെ വെളിച്ചം അള്ളാഹു നൽകുകയാണെങ്കിൽ അവരുടെ മനസ്സിന്റെ ശുദ്ധത ഒന്ന് വേറെ തന്നെയായിരിക്കും. നിബിതങ്ങളെ കൊല്ലണമെന്ന് പ്ലാൻ ചെയ്ത സ്വഹാബിയാണ് ആളായിരുന്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. സ്വഹാബിയാകുന്നതിന്റെ മുമ്പ് പുണ്യനബിയെ കണ്ടാൽ കൊല്ലണമെന്ന് ബാബരി മസ്ജിദിന്റെ താഴക കുടങ്ങൾ തച്ചുടക്കാൻ പോയ കർസേവകയിൽപ്പെട്ട ഒരാളല്ല, ഒന്നിലേറെ ആളുകൾ എത്രയോ മസ്ജിദുകൾ പകരമുണ്ടാക്കി തച്ചുടച്ചതിന് പ്രായശ്ചിത്തം ചെയ്ത് ദീനിന്റെ വഴിയിൽ, ദഅവത്തിന്റെ വഴിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന എത്ര ആളുകളുണ്ട് ഇപ്പോ. പക്ഷെ അവർക്കറിയാത്തത് കൊണ്ട്, ഈ വെളിച്ചത്തിന്റെ മഹത്വം എന്താണെന്ന് അറിയാത്തത് കൊണ്ട്, ജാഹിലിയത്തിന്റെ ആ ഒരു സ്വഭാവത്തിലെങ്ങാനും മോനെ ഞാൻ മരിച്ചു പോയിരുന്നുവെങ്കിൽ ലകുൻതു മിൻ അഹ്ലിന്നാർ, നരകത്തിന്റെ വിറകായി ഞാൻ മാറുമായിരുന്നു എന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞുകൊണ്ടാ കരയുന്നത്. വദഅല്ലാഹുൽ ഇസ്ലാമ ഫീ ഖൽബി, എന്റെ ഹൃദയത്തിൽ അല്ലാഹു ഇസ്ലാമിന്റെ മധുരം തന്നു. ആ മധുരം നമ്മൾ തേടി പുറപ്പെട്ട് നമ്മുടെ കൈകളിൽ കിട്ടുന്നത് പോലെയല്ല, നാം അന്വേഷിക്കുന്നതിന് മുമ്പേ നമ്മുടെ കൈകളിൽ കിട്ടിക്കഴിയുന്നത്. ജനിക്കുമ്പോഴേ മുസ്ലിമാകുന്ന ഒരാൾക്ക് ഇസ്ലാമിന്റെ മധുരമറിയാൻ കഴിയണമെന്നില്ല വേണ്ട വിധം. എന്നാൽ ഇസ്ലാം അന്യമായിരുന്ന ഒരാൾ അത് തേടിപ്പിടിച്ച് ആ മധുരം നുകരുമ്പോൾ, കലിമ ചൊല്ലുമ്പോൾ പൊട്ടിക്കരയുന്നത് കണ്ടിട്ടില്ലേ? പൊട്ടിക്കരയും അവര്. അഷ്ഹദു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു, ഏറ്റുപറയും അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് കഴിഞ്ഞാൽ അവർ പൊട്ടിക്കരയും. എന്തിനാണ് കരച്ചിലെന്ന് പലരോടും ചോദിച്ചിട്ടുണ്ട്. അറിയുന്നില്ല. എന്തെന്നില്ലാത്തൊരു അനുഭൂതി എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നു, എന്തെന്നില്ലാത്തൊരു ധൈര്യം, എന്തെന്നില്ലാത്തൊരു മനസ്സമാധാനം.